ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു കലക്കൻ എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ നയന പോയിരിക്കുകയാണ് കേട്ടോ നന്ദാവനത്തിലേക്ക്. അപ്പോൾ ദേവയാനി ആകെ വിഷമത്തിലാണ്. പിന്നെ ദേവയാനി അവിടെ ചെന്നിട്ട് നയനെ കൂട്ടിക്കൊണ്ടൊക്കെ വരുന്നുണ്ട്, സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ശേഷം അബിയുടെ കുഞ്ഞിനെ കൊണ്ടുവരുന്നുമുണ്ട് കേട്ടോ. അബിയുടെ കുഞ്ഞ് എത്തുകയാണ് കേട്ടോ അനന്തപുരിയിൽ. അത് കഴിയുമ്പോൾ നമ്മുടെ അനാമിക വളരെ മോശമായിട്ട് നയനയോട് സംസാരിക്കുകയാണ്. നയനയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ലെന്നും നയന മച്ചിയാണെന്നും ഒക്കെ പറയുകയാണ് കേട്ടോ അനാമിക. ആ നിമിഷം തന്നെ കരണം അടിച്ച് പൊളിക്കുകയാണ് അനാമികയുടെ ദേവയാനി. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നയന നന്ദാവനത്തിലേക്ക് ചെന്നെങ്കിലും നയനയുടെ മനസ്സിലും വിഷമാണ് കേട്ടോ. 2 ദിവസം നിന്നിട്ട് തിരിച്ചു ചെല്ലാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആണെങ്കിൽ നമ്മുടെ കനക വിടാൻ താല്പര്യപ്പെടുന്നുമില്ല. കാരണം ഇതിലെ സത്യാവസ്ഥ അറിയണം. അമ്മായിയമ്മയും മരുമകളും കൂടെ ഒത്തു കളിക്കുന്നുണ്ടോ എന്ന് അറിയണം കനകയ്ക്ക്. അങ്ങനെ അവിടെ പിടിച്ചു നിർത്തുകയാണ്. അതേസമയം ഇതൊന്നും അറിയാത്ത നവ്യ പറയുന്നുണ്ട്, ആദർശിന് ഭയങ്കര ഇഷ്ടമാണ് ഇവളെ, അതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയാം. പക്ഷെ നന്ദുവും ഗോവിന്ദനും കനകയും കൂടെ ഒത്തു കളിച്ച് നയനയുടെ മനസ്സിലെ കള്ളത്തരങ്ങൾ മുഴുവൻ പുറത്ത് ചാടിക്കാൻ പോവാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് പാവം നമ്മുടെ ആദർശാണെങ്കിൽ ഇതൊന്നും അറിയുന്നുമില്ല. അമ്മയും അതുപോലെ തന്നെ ഭാര്യയും തമ്മിൽ ഇഷ്ടമാണെന്നും അവർ നല്ല സ്നേഹത്തിൽ തന്നെയാണ്, എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ നാടകം കളിക്കുകയാണെന്നൊന്നും നമ്മുടെ ആദർശിട്ട് അറിയുന്നുമില്ല. ദേവയാനിക്കാണെങ്കിൽ നയനെ കാണാതെ ഇരിക്കാൻ വയ്യ. അങ്ങനെ ദേവയാനി കനകയെ വിളിക്കുന്നുണ്ട് കേട്ടോ. നയനെ തിരിച്ചിങ്ങോട്ട് വിടണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, എന്തിനാ നിങ്ങളിപ്പോൾ വിളിക്കുന്നത്? അവളുടെ അമ്മായിയമ്മയ്ക്ക് അവളോട് താല്പര്യമില്ല, അവൾ അവിടെ ചെന്ന് നിൽക്കുന്നത് പോലും ഇഷ്ടമില്ല. പിന്നെ അങ്ങനെയുള്ളപ്പം എന്തിനാണ് നിങ്ങൾ വിളിക്കുന്നത്? അവൾ ഇവിടെ തന്നെ സമാധാനത്തോടു കൂടി നിൽക്കട്ടെ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. ദേവയാനി പറയാണ്, അവളുടെ ഭർത്താവിന് അവളെ വേണമെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ അവളെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നേ? അവളെ ഇങ്ങോട്ട് വിട്. അപ്പോൾ കനക പറയാണ്, അതെ, ആദർശ് മോനോട് ചോദിച്ചിട്ട് തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. 2-3 ദിവസം ഇവിടെ നിൽക്കുന്നതിന് ആദർശ് മോനൊരു കുഴപ്പമില്ല. പിന്നെ കുറച്ച് അധികം നാൾ അവൾ ഇവിടെ നിന്നോട്ടെ, അവൾക്കൊരു സമാധാനം ഉണ്ടാവില്ലേ? ആദർശ് മോൻ ഇങ്ങോട്ട് വന്നോളാന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെയുള്ളപ്പം എന്തിനാ ദേവയാനി ഇങ്ങനെ അവളെ വിളിച്ചു വരുത്തുന്നത്? അവിടെ ഒരു വേലക്കാരിയെ പോലെ ജോലി എടുപ്പിക്കാനാണോ നിങ്ങൾ അവളെ വിളിച്ചു വരുത്തുന്നത്? അപ്പോൾ ദേവയാനി പറയാണ്, ഞാൻ അവളെ ഇവിടെ വേലക്കാരിയെ പോലെ ജോലി ചെയ്യിപ്പിക്കാറില്ല. കാരണം ഇവിടുത്തെ എല്ലാ ജോലികളും ഞാനാണ് ചെയ്യുന്നത്. ഇപ്പം നവ്യയും നയനയും പോയപ്പം എനിക്ക് അത്രയും ജോലി കുറഞ്ഞു, അല്ലാതെ ഞാൻ അവളെ കൊണ്ട് ഇവിടെ ജോലി ഇപ്പം ചെയ്യിപ്പിക്കാറില്ല. അപ്പോൾ കനക പറയാണ്, ആഹാ, നവ്യയും നയനയും പോന്നപ്പം നിങ്ങളുടെ ജോലിഭാരം കുറഞ്ഞെങ്കിൽ അത് നല്ലതല്ലേ? പിന്നെ ഇതിന് ഇനിയിപ്പോൾ അവളെ അങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത്? ആദർശ് മോനെ ഇടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കുകയും ചെയ്തോളും എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. എന്നിട്ട് കനക മനസ്സിലോർക്കാണ്, ഈ കനകയുടെ അടുത്താണ് ഇവരുടെ കളി. ഈ കളത്തരം ഞാൻ പൊക്കും. എന്തായാലും ഇത്രയൊക്കെ ആയിട്ടും ഞങ്ങളുടെ മോള് നയന, അവളും കള്ളിയാണല്ലോ. അവൾ ഈ വിവരം ഞങ്ങളോട് പോലും പറഞ്ഞില്ല. വേണ്ട, അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവളുടെ ഭർത്താവ് ആദർശിനോട് പോലും അവൾ പറയാൻ കൂട്ടാക്കിയില്ല. കൊള്ളാം, അമ്മായിയമ്മയും മരുമകളും കൂടെയുള്ള ആ ലവ് ട്രാക്ക് അത് ഞാൻ പൊളിച്ച് കൈ കൊടുക്കും എന്നിങ്ങനെ കനക പറയാണ് കേട്ടോ. അതേസമയം ദേവയാനിയാണെങ്കിൽ ഓർക്കുകയാണ്, എങ്ങനെയാണ് അവളെ ഇനി ഇങ്ങോട്ടൊന്ന് വിളിച്ചോണ്ട് വരിക? 2 ദിവസം എന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പം കുറച്ച് ദിവസങ്ങളായല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അങ്ങനെ അവൾ അവിടെ നിന്നാൽ ശരിയാവില്ല. എനിക്ക് അവളില്ലാതെ ഇവിടെ നിന്നിട്ട് ഒരു മനസ്സമാധാനവും കിട്ടുന്നില്ല. കുറച്ച് സമയം അവളുടെ കൂടെ ചിലവഴിക്കുമ്പോഴായിരുന്നു എനിക്കൊരു സമാധാനം. പിന്നെ അത് തന്നെയല്ല, വിഷുവൊക്കെ വരുന്നുണ്ട്. മോളോടൊപ്പം ഈ വിഷു സന്തോഷത്തോടെ ആഘോഷിക്കണം എന്ന് ആലോചിച്ചതാ. അതുപോലെ അവൾക്ക് വിഷു കൈനീട്ടം കൊടുക്കുന്നതും ഒന്നിച്ച് കണി കാണുന്നതും ഒക്കെ ഞാൻ സ്വപ്നം കണ്ടതാ. ഇനിയിപ്പോൾ ആ സമയത്തൊക്കെ അവൾ അവിടെയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അത് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ നമ്മുടെ ദേവയാനിയും. എന്നിട്ട് ദേവയാനി ജയനോട് പറയുന്നുണ്ട്, അത് ജയേട്ടാ, അവളെ ഇങ്ങോട്ട് വിടാൻ ആ കനക കൂട്ടാക്കുന്നില്ല. അവൾ എന്തിനാ അവിടെ പോയി നിൽക്കുന്നത്? അപ്പം ജയൻ പറയാം, എന്തിനാ ദേവയാനി നീ ഇങ്ങനെ വിഷമിക്കുന്നത്? നിന്നോട് ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞില്ലേ, നയനമോള് കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കട്ടെ. നീ പറഞ്ഞതുപോലെ എനിക്കും വിഷമമുണ്ട് മോൾ അവിടെ പോയി നിൽക്കുന്നതിലൊക്കെ. പക്ഷേ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് അവൾക്ക് സന്തോഷമാണെങ്കിൽ കുറച്ച് ദിവസം അവൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ദേവയാനി പറയാണ്, കുറച്ച് ദിവസം ആയല്ലോ അവളെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ ആദർശിൻ്റെ മനപ്രയാസവും അതുപോലെ ഒറ്റപ്പെട്ടു പോയെന്നുള്ള ചിന്തയും വിഷമമൊക്കെ ഞാൻ കാണേണ്ടി വരില്ലേ?
അപ്പം ജയൻ പറയുന്നുണ്ട്, അതൊന്നും ഇപ്പം കാണുന്നില്ലല്ലോ ദേവയാനി നീ എന്ന് പറയാണ്. പിന്നെ ദേവയാനി ഇങ്ങനെ ഉറക്കമില്ലാതെ നടക്കുക കേട്ടോ. ദേവയാനി എന്നിട്ട് വിചാരിക്കുക, ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഞാൻ നന്ദാവനത്തിലേക്ക് തന്നെ പോവാണ്. നന്ദാവനത്തിൽ ചെന്ന് നയനയെ കൂട്ടിക്കൊണ്ട് വരാൻ പോവാണ്. കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവൾ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് അവിടെ അങ്ങ് കൂടും, അല്ലാതൊന്നും ചെയ്യില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് ദേവയാനി ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ആദർശേ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. അല്ല എന്താ അമ്മേ? നയന പോയിട്ട് ഇപ്പോൾ എത്ര ദിവസമായെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ ആദർശ് പറയാണ്, ഉണ്ട്, അവൾ നിൽക്കട്ടെ, കുറച്ച് ദിവസത്തോടെ അവൾക്ക് നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിന്നോട്ടെ, അമ്മയ്ക്കും അത്രയും സമാധാനമാവുമല്ലോ. അപ്പോൾ ഉടനെ ദേവയാനി പറയാണ്, എൻ്റെ സമാധാനമൊന്നും നീ നോക്കണ്ട, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിൻ്റെ ഭാര്യയാണ് അവൾ അവിടെ പോയി നിൽക്കുന്നത് അത്ര ശരിയായ കാര്യമല്ല. ഇതിനു മുമ്പും അവൾ ഇങ്ങോട്ട് വരാതിരുന്നപ്പം നീ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? അവളില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റില്ല, ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല, ആകെ ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഞാൻ അന്ന് അവളെ പോയി കൂട്ടിക്കൊണ്ടു വന്നത്. എന്നിട്ടിപ്പം നീ അവളെ അവിടെ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുകയാണോ? അപ്പോൾ ആദർശ് പറയാണ്, അതെന്താ അമ്മ ഇങ്ങനെ പറയുന്നത്? അഴിഞ്ഞാടാനൊക്കെ അവൾ അവളുടെ വീട്ടിലേക്കല്ലേ പോയിരിക്കുന്നത്, അത് നമുക്ക് തടയാൻ പറ്റുമോ? അപ്പോൾ പറയാണ്, തടയണം, ഇത്രയും ദിവസം അവൾ പോയി നിന്നില്ലേ, ഇനിയും ആ കനക അവളെ പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ദുരുദ്ദേശം കാണും. അതുകൊണ്ട് അവളെ അവിടെ പിടിച്ചു നിർത്തേണ്ട കാര്യമൊന്നുമില്ല, നീ പോയി അവളെ കൂട്ടിക്കൊണ്ടു വരണം, ഇല്ലാതെ എപ്പോഴെങ്കിലും വന്നു കയറിയ അവളെ സ്വീകരിക്കാൻ ഇവിടെ ഞാനുണ്ടാവില്ല. നിനക്കറിയാവല്ലോ, അവൾ പോയിട്ടും അവിടെ പുറകെ പോയി ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതാ. എന്നിട്ട് ഇനിയും അവൾ അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂട്ടിക്കൊണ്ട് വരാൻ പോവില്ല, അവൾ ഇവിടെ വന്നാൽ ഞാൻ സ്വീകരിക്കുകയില്ല. അങ്ങനെ തോന്നുമ്പം വരികയും പോവുകയും ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാൻ പോകാമേ, അടുത്ത ദിവസം തന്നെ ഞാൻ പോയിട്ട് നയനെ കൂട്ടിക്കൊണ്ട് വരാം, അവിടെ ചെന്ന് അവളുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ ഞാൻ സംസാരിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയാണ്, നീ വെറുതെ അങ്ങ് സംസാരിച്ചാൽ പോരാ, നീ അവിടെ ചെന്ന് കാര്യം സാധിക്കണം, അവളെ കൂട്ടിക്കൊണ്ടേ വരാവുള്ളൂ, അല്ലാതെ ഇനിയും അവളെ അവിടെ അങ്ങനെ നിർത്തിയിട്ട് കാര്യമില്ല. നിന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് ആ കനകയുടെ, അതുകൊണ്ട് നീ അതിനൊന്നും നിന്ന് കൊടുക്കരുതെന്ന് പറയണം. അപ്പോൾ ആദർശ് പിറ്റേ ദിവസം തന്നെ നന്ദാവനത്തിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് നയനയോട് ചോദിക്കുന്നുണ്ട്, നയനെ നീ വരുന്നില്ലേ, അങ്ങോട്ട് നിനക്ക് വരാൻ പാടില്ലേന്ന് ചോദിക്കുക. അപ്പോൾ നയന പറയുന്നുണ്ട്, അതാ ആദർശേട്ടാ, അമ്മയും അച്ഛനും എന്നെ വിടുന്നില്ല, കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കാനാ പറയുന്നത് എന്ന് പറയണം. അപ്പോൾ കനക പറയാണ്, അത് ആദർശ മോനെ, നിന്നോട് ചോദിച്ചിട്ടല്ലേ ഞങ്ങൾ ഇവിടെ നിർത്തിയത്, അവളിവിടെ കുറച്ച് ദിവസം നിൽക്കട്ടെ, നവ്യ ഇവിടെ ഉണ്ടല്ലോ, നന്ദു ഉണ്ട്, നന്ദു ആണെങ്കിൽ അടുത്ത് തന്നെ ട്രെയിനിങ്ങിന് പോവല്ലേ, അപ്പോൾ പിന്നെ അതിനു മുമ്പ് അവർ ചേച്ചിമാരുമായിട്ട് ഒന്നിച്ച് നിൽക്കണമെന്ന് നന്ദുവിനും ആഗ്രഹമുണ്ട്, അപ്പോൾ അവർ 3 പേരും കൂടെ ഒന്നിച്ച് കുറച്ച് ദിവസം കൂടി നിൽക്കട്ടെ, ആദർശ് എന്തിനാ എതിര് പറയുന്നത്? അപ്പോൾ ആദർശ് പറയാണ്, അതെന്താ അമ്മേ, ഇത്രയും ദിവസം അവൾ നിന്നില്ലേ, അവിടെയാണെങ്കിലും അമ്മ പറയുന്നുണ്ട് ഇങ്ങനെ എന്തിനാണ് അവൾ അവിടെ പോയി നിൽക്കുന്നത്, ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറയുന്നുണ്ട്. അമ്മ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അവളെ കൂട്ടിക്കൊണ്ട് പോയിരിക്കാൻ പറ്റുമോ? നേരത്തെയൊക്കെ അമ്മ പറയുന്നത് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരികയേ വേണ്ട, അവിടെ എങ്ങനെ നിൽക്കട്ടെ എന്നായിരുന്നു. ഇപ്പോൾ അമ്മ എന്നോട് പറയുന്നുണ്ട് അങ്ങനെ അവിടെ നിർത്തണ്ട, ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ, അതുകൊണ്ടാണ് ഞാൻ വന്നത്, ഇവളെന്താ അങ്ങോട്ട് വരാത്തത്? അപ്പം നയനി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ കനക തന്നെ പറയാണ്, അവൾ എന്തിനാ ആദർശമോനെ അങ്ങോട്ട് വരുന്നത്? ഇന്നാളും ഇതുപോലെ ദേവയാനി വന്ന് കൂട്ടിക്കൊണ്ട് പോയതല്ലേ. ആദർശമോൻ്റെ അമ്മയ്ക്ക് ഇവളോടൊരു താല്പര്യമില്ല, ഇവളവിടെ വന്ന് നിൽക്കുമ്പം അമ്മയ്ക്ക് ദേഷ്യമാണ്, ഇപ്പോഴും ഇവളോട് വളരെ പരുഷമായിട്ടാണ് പെരുമാറുന്നത്. നയനമോള് പറഞ്ഞു അവളെ ഇഷ്ടവേ ഇല്ല, എപ്പോഴും ഓരോ കുത്തുവാക്കുകൾ പറയുന്നു. അങ്ങനെയുള്ളിടത്ത് എൻ്റെ മോൾ എന്തിനാ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? അവളുടെ അമ്മായിയമ്മയ്ക്ക് അവളെ ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ അവൾ ഇവിടെ നിൽക്കട്ടെ, പിന്നെ ആദർശമോൻ എപ്പോൾ വേണേലും ഇവിടെ വരാമല്ലോ, ഇവരുടെ കൂടെ നിൽക്കുകയും ചെയ്യാം, കുറച്ച് നാളൊക്കെ നിൽക്കട്ടെ, അപ്പം ആദർശമോൻ്റെ അമ്മയുടെ മനസ്സ് മാറും, അങ്ങനെ ആവുമ്പം നമുക്ക് നയനെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറയുക. അപ്പം ആദർശ് പറയുന്നുണ്ട് അതല്ല. അപ്പം കനക പറയണ അത് മതി, കുറച്ച് ദിവസം ആ നയന ഇവിടെ നിൽക്കട്ടെ, ആദർശ് മോൻ്റെ അമ്മയുടെ മനസ്സിലെ ആ വിഷമൊക്കെ അങ്ങ് മാറട്ടെ എന്ന് പറയുക. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നയനയ്ക്ക് അകപ്പാടെ ഒരു വിഷമാവുകയാണ് കേട്ടോ. നയന ആദർശിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, അത് ആദർശേട്ടാ, ഞാൻ വരാൻ തയ്യാറാണ്. അപ്പോൾ ആദർശ് പറയാണ്, സാരമില്ലടോ, താൻ കുറച്ച് ദിവസം കൂടെ ഇവിടെ നിന്നോ, തൻ്റെ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ ആഗ്രഹമല്ലേ, നിങ്ങൾ ചേട്ടത്തി അനിയത്തിമാരോ ഒന്നിച്ച് കഴിയേ കുറച്ച് ദിവസം, അതും ഒരു സന്തോഷമല്ലേ, അതുകൊണ്ടാണ്. ഇതിപ്പോൾ അമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത്, അല്ലാതെ എൻ്റെ മനസ്സിൽ ഒരു വിഷമവും ഇല്ല എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ആദർശ് പോകുമ്പോൾ നയനയ്ക്ക് അങ്ങ് വിഷമമായിട്ട് നയന കനകയുടെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് പറയാം, അമ്മ എന്ത് വർത്തമാനം ഈ പറഞ്ഞത്, അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല, ആദർശേട്ടൻ്റെ അമ്മ എന്ത് വിചാരിക്കും? ആദർശേട്ടൻ്റെ അമ്മയോട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ,
ആദർശ് മോനോടല്ലേ പറഞ്ഞത്. അതുകൊണ്ട് നീ വിഷമിക്കണ്ട, അവരെന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല. എന്താടി, നിനക്ക് അവരെ കാണാതിരിക്കാൻ മേലേ എന്ന് ചോദിക്കുമ്പോൾ നയന പറയാണ്, ഏയ് അതുകൊണ്ടൊന്നും അല്ല, എന്നാലും ഒരെന്നാലും ഇല്ല, അവരുടെ മനസ്സ് മാറിയിട്ടേ നീ ഇനി ഇവിടുന്ന് പോകുന്നുള്ളൂ എന്ന് കനക അങ്ങ് തീരുമാനിക്കാം. അതൊക്കെ കഴിയുമ്പം ആദർശ് എന്നിട്ട് ദേവയാനിയോട് പറയാണ്, അതമ്മേ അവള് അവള് കുറച്ച് ദിവസം കൂടെ നിൽക്കട്ടെ എന്ന് അവളുടെ അച്ഛനും അമ്മയും പറയുന്നത്. നന്ദു ട്രെയിനിങ്ങിന് പോവല്ലേ, അപ്പോൾ ചേട്ടത്തിയനിയതിമാർ ഒന്നിച്ച് കുറച്ച് ദിവസം കൂടെ അവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ അമ്മയുടെ മനസ്സ് മാറാതെ വരില്ലെന്നാണ് അവളും പറയുന്നത്. അങ്ങനെ അവൾ പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് ദേവയാനി. അവൾ പറഞ്ഞില്ല, പക്ഷേ അവളുടെ അമ്മയോട് അവൾ പറഞ്ഞു എന്നാണ് അവളുടെ അമ്മ പറയുന്നത്. അതുകൊണ്ടാണ് അവരവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. എന്തിനാമേ, അമ്മയുടെ മനസ്സ് മാറി, അമ്മ തന്നെ ചെന്ന് വിളിക്കവളെ, അപ്പോൾ അവൾ തിരിച്ചു വരും എന്ന് പറയാണ്. അപ്പം ദേവയാനി ഇങ്ങനെ ആലോചിക്കുകയാണ്, കനക ഇത് പിടിച്ച പിടിയാലെ പിടിച്ചിരിക്കുന്നത് തന്നെയാണ്. എന്തായാലും നയനമോളില്ലാതെ എനിക്ക് പറ്റില്ല. ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വരിക തന്നെ ചെയ്യും. ദിശുവിന് മുമ്പ് പോയി ഞാൻ അവളെ വിളിക്കും. എന്ത് നാണക്കേടുണ്ടായാലും ഞാൻ നന്ദാവനത്തിലേക്ക് പോവാണ്. അവളെ വിളിച്ച് ഞാൻ കൂട്ടിക്കൊണ്ട് വരും. ഇനി കനക എൻ്റെ കൂടെ അവളെ വിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ നന്ദാവനത്തിൽ നായനമോളുടെ ഒപ്പം തന്നെ ജീവിക്കും. ആഹാ, അങ്ങനെയായാലും കൊള്ളില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേവയാനി അവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ദേവയാനി രണ്ടും കൽപ്പിച്ച് നന്ദാവനത്തിലേക്ക് ചെന്ന് കയറുകയാണ്. നല്ല ദേഷ്യത്തിൽ തന്നെയാണ് ദേവയാനി ചെല്ലുന്നത്. അപ്പം ഇത് കണ്ടിട്ട് കനക ഇറങ്ങി വരുന്നുണ്ട്. ആഹാ, ആദർശമോൻ്റെ അമ്മ ഇങ്ങോട്ട് വന്നോ നയനമോളെ കാണാനായിട്ട്? അപ്പോൾ ദേവയാനി പറയാണ്, എന്താ എനിക്കിങ്ങോട്ട് വരാമേലേ, ഞാൻ നയനയെ കാണാൻ വേണ്ടി മാത്രം വന്നതൊന്നുമല്ല. നവ്യ അവളും ഇവിടെ ഉണ്ടല്ലോ, അവൾ ഗർഭിണിയല്ലേ, അവളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ ഞാൻ എന്ന് പറയാണ്. അപ്പോൾ പറയാണ്, ആ വാ കയറി വാ, രണ്ടുപേരും ഇവിടെ ഉണ്ട് എന്ന് പറയാം. അപ്പോൾ നയനെ അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പം നയനെ നോക്കുന്നുണ്ട് ദേവയാനി. അപ്പം നയനയ്ക്കും ആകെ ഒരു വിഷമത്തോടെ ദേവയാനിയെ നോക്കുകയാണ്. എന്നിട്ട് ദേവയാനി കനകയോട് ചോദിക്കുക, ഇവളിങ്ങോട്ട് വന്നിട്ട് ഇപ്പം എത്ര ദിവസമായെന്നറിയാവോ, ഇവളെന്താ തിരിച്ച് അനന്തപുരിയിലേക്ക് വരാത്തത്? അപ്പോഴേക്കും കനക പറയാണ്, അവളെന്തിനാ ഇപ്പം ധൃതി പിടിച്ച് അങ്ങോട്ട് വരുന്നത്? അവളുടെ സന്തോഷത്തോടെ ജീവിക്കുന്നത്, അവളുടെ ചേച്ചിയനിയത്തിമാർ ഒന്നിച്ച് സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അവളോട് ചോദിച്ചു നോക്ക്, ഇനി എന്തെങ്കിലും മനപ്രയാസം അവൾക്ക് ഉണ്ടോയെന്ന്. അതുകൊണ്ടാണ് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞത്. അവിടെ വന്നിട്ട് നിങ്ങളുടെയൊക്കെ കുത്തുവാക്ക് കേട്ട് വേണ്ട എൻ്റെ മോള് ജീവിക്കാൻ. എത്ര നാളായി അവൾ അങ്ങനെയൊക്കെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. കുറച്ച് സന്തോഷം ആ കുഞ്ഞിനെങ്കിലും ഉണ്ടാവട്ടെ. അപ്പോൾ കനക പറയാണ്, അവൾ പറഞ്ഞോ അങ്ങനെ എന്ന് ചോദിക്കുകയാണ് കനകയോട് ദേവയാനി. അപ്പോൾ കനക പറയാണ്, ആ അവൾ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു, എനിക്ക് അവളുടെ മനസ്സ് വായിക്കാൻ പറ്റും എന്ന് പറയുമ്പം ദേവയാനി പറയാണ്, അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ ഇവളെ അങ്ങോട്ട് വിടണം എന്ന് പറയാം. അപ്പോൾ കനക വീണ്ടും പറയാണ്, ഇല്ല വിടില്ല, അവളുടെ അമ്മായിയമ്മയ്ക്ക് അവളെ വേണ്ട. അവളെ കുത്തുവാക്ക് പറയുകയും വേദനിപ്പിക്കുകയും ചെയ്യാണ് അവർ ചെയ്യുന്നത്. നേരത്തെ അവളിവിടെ വന്ന് നിന്നതാ, അന്ന് ഞങ്ങളിത് പറഞ്ഞതാ, ആദർശുമോൻ്റെ അമ്മയുടെ മനസ്സ് മാറിയിട്ടേ അങ്ങോട്ട് വരുന്നുള്ളെന്ന്. പക്ഷേ അപ്പോൾ നിങ്ങൾ വന്ന് വിളിച്ചപ്പം അവൾ കൂടെ പോന്നു. പക്ഷേ നോക്കിക്കോ, ഈ പ്രാവശ്യം ഞാൻ വിടില്ല. കാരണം നിങ്ങളുടെ മനസ്സ് മാറി, നിങ്ങൾ പൂർണ്ണമായിട്ടും നയനിയെ സ്നേഹിക്കണം, എന്നാലും ഇനി അവൾ അങ്ങോട്ട് വരുന്നുള്ളെന്ന്, ഇല്ലാതെ ഞാൻ വിടില്ല. അപ്പോൾ ആകെപ്പാടെ ദേവയാനിക്ക് ദേഷ്യം വന്നിട്ട് ദേവയാനി എന്തൊക്കെയോ പറയുകയാണ്. നയനയ്ക്കാണേലും വിഷമം വരികയാണ് കേട്ടോ. നയനയുടെ കണ്ണൊക്കെ നിറയാണ് ദേവയാനി ആകെപ്പാടെ ഇങ്ങനെ അപേക്ഷിക്കുന്നതൊക്കെ കണ്ടിട്ട്. അപ്പോൾ കനക അവിടെ നിന്ന് പറയുന്നുണ്ട്, സംഗതി കുറച്ചുകൂടെ കൊഴുക്കട്ടെ, എന്തായാലും ഇവരുടെ മനസ്സിലുള്ള സംഗതി മുഴുവൻ പുറത്തു വരാതെ ഞാൻ മോളെ വിടുകയില്ല. ദേവയാനിയും നയനയും സത്യം പറയട്ടെ, കുറച്ച് നാളായില്ലേ കുരങ്ങ് കളിപ്പിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ അങ്ങ് കനക പിടിച്ച പിടിയാലെ പിടിക്കുക. അപ്പോൾ ദേവയാനിക്ക് എങ്ങനെയെങ്കിലും നയനെ കൂട്ടിക്കൊണ്ട് പോയേ മതിയാവുള്ളൂ. നയനയുടെ അടുത്തേക്ക് ചെല്ലുക ദേവയാനി. എന്നിട്ട് പറയാം, മോളെ നയനെ നീ എൻ്റെ കൂടെ വരണം എന്ന് പറയാം. അപ്പം നയനയുടെ കണ്ണങ്ങ് നിറഞ്ഞൊഴുകയാണ്. അപ്പോൾ കനക ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. ഗോവിന്ദനും എല്ലാവരും അത്ഭുതത്തോടെ നോക്കുക. നവ്യയ്ക്കും അങ്ങ് വല്ലാതെ അത്ഭുതമാവുക. അപ്പോഴേക്കും പറയുന്നുണ്ട്, അതെ മോളെ നീ എൻ്റെ കൂടെ വരണം, വരാതിരിക്കരുതെന്ന് പറയാണ്. നിങ്ങളെല്ലാവരും പറഞ്ഞില്ലേ ഞാനിവളെ മനസ്സിലാക്കിയിട്ടില്ല, ഞാനിവളെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ. എൻ്റെ മനസ്സ് മാറിയാലേ ഇവൾ എൻ്റെ കൂടെ വരുവോളെന്ന് പറഞ്ഞില്ലേ, വിടുവോളെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ. എൻ്റെ മനസ്സ് മാറി, എൻ്റെ മനസ്സ് മാറിയിട്ട് കുറച്ച് നാളായി. അതെൻ്റെ മരുമോക്കും അറിയാം. ഞങ്ങളുടെ രണ്ടിൻ്റെ മനസ്സ് ഞങ്ങൾക്ക് രണ്ടിനും അറിയാവുള്ളൂ. ഇപ്പം എനിക്ക് ഇവളെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ഇരിക്കാൻ മേല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വന്നത്. അല്ലാതെ ആദർശിൻ്റെ മനസ്സ് വേദനിക്കുമെന്ന് വെച്ചല്ല ഇവളെ ഞാൻ വിടാത്തത്. ആദർശ് വിഷമിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല. എനിക്കിപ്പോൾ ഇവളില്ലാതെ ഒരു നിമിഷം പോലും പറ്റില്ല. അത്രയ്ക്ക് ഞാൻ ഇവളെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ജീവൻ പോകാൻ കിടന്നപ്പം എനിക്ക് കരൾ തന്നത് ഇവളാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഞാൻ ഇവളെ സ്നേഹിക്കാൻ തുടങ്ങിയതാ. ഇപ്പോൾ ഇവൾക്കും അറിയാം ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം എന്താണെന്ന്. ഞങ്ങൾക്കേ അറിയാവുള്ളൂ. നിങ്ങൾക്ക് അവളെ ഇവിടെ പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല. കണ്ടോണം, എൻ്റെ നയനമോൾ എൻ്റെ കൂടെ തന്നെ വരും, നിങ്ങൾ കണ്ടോണം എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് ദേവയാനി. അപ്പം നയനയെ കെട്ടിപ്പിടിച്ച് കരയാണ്, നയനയും പൊട്ടിക്കരയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കനകയ്ക്കങ്ങ് സന്തോഷമാവുകയാണ്.
കനക മനസ്സിലിങ്ങനെ വിചാരിക്കുക, അങ്ങനെയല്ല കള്ളത്തരം അങ്ങ് പോരട്ടെ. ഹോ, എൻ്റെ ദൈവമേ, നല്ല കാര്യമായി, എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയുക. എന്നിട്ട് കനക വന്നിട്ട് ദേവയാനിയോട് പറയുന്നുണ്ട്, അതെ ആദർശ് മോൻ്റെ അമ്മ ക്ഷമിക്കണം, നിങ്ങൾ തമ്മിൽ സ്നേഹമാണെന്നുള്ള കാര്യം എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇവളെ പിടിച്ചു വെച്ചത്. അല്ലാതെ അനന്തപുരിയിലേക്ക് വിടാതിരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് മാറാനോ ഒന്നും വേണ്ടിയിട്ടല്ല. അപ്പോൾ ദേവയാനി പറയാണ്, ആഹാ, അങ്ങനെ ഒരു കളി കളിച്ചാണല്ലേ കനക, മോളെ എൻ്റെ കൂടെ നീ വാ എന്ന് പറഞ്ഞ് അങ്ങനെ അനന്തപുരിയിലേക്ക് നയനയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പം നയനയും കൊണ്ട് വരുന്ന കാണുമ്പോൾ തന്നെ നമ്മുടെ അനാമികയ്ക്കൊക്കെ അങ്ങ് ദേഷ്യമാകാണ്. അനാമികയും ജലജയും കൂടെ പറയുക, ദേ അവളെയും കൊണ്ട് വരുന്നുണ്ട് നാശം പിടിക്കാൻ. നേരത്തെ ഒന്നും അവൾ പോയപ്പോൾ ഇതുപോലെ കൂട്ടിക്കൊണ്ട് വന്നതാ, പിന്നെയും കൊണ്ടുവരുന്നുണ്ട്, എന്തിനാണോ വാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ വാതൊക്കെ തന്നെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. എന്തായാലും നല്ലത് പറയണമെന്ന് വച്ചിട്ട് തന്നെ നിൽക്കുക. എന്നിട്ട് അനാമിക ചോദിക്കുക, എന്തിനാ ഇവളെയും കൂട്ടിക്കൊണ്ട് വല്യമ്മ വന്നത്? നാണമില്ല വല്യമ്മയ്ക്ക് ഇവളുടെ പുറകെ കൂട്ടിക്കൊണ്ട് വരാൻ പോകാൻ? അന്ന് ഇതുപോലെ ഇവള് പോയതല്ലേ, എന്നിട്ട് വല്യമ്മ വീണ്ടും കൂട്ടിക്കൊണ്ട് വന്നു, ഇപ്പോഴാണ്ട് വീണ്ടും പോയി കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. എന്താണ് ഇവൾക്ക് ഇവിടെയുള്ള സ്ഥാനം? അപ്പം ഞങ്ങളൊക്കെ ആരാണെന്നാണ് നിങ്ങൾ വിചാരം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, എന്താ അനാമികെ, എൻ്റെ മരുമോളെ എനിക്ക് കൂട്ടിക്കൊണ്ട് വരാൻ വയ്യേ എന്ന് ചോദിക്കുക. അപ്പോൾ ജലജ പറയുക, മരുമോളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. എന്തിനാ ഇപ്പോൾ പോയത്? അല്ലേലും ഏടത്തേക്ക് ഇവളോടാ ചായ്വ്. അതെങ്ങനെ ചായ്വില്ലാതിരിക്കും? ആദർശിൻ്റെ ഭാര്യയല്ലേ, കമ്പനിയും സ്വത്തും മുഴുവൻ ആദർശിനെ കിട്ടണം എന്നല്ലേ നിങ്ങളുടെ ആഗ്രഹം? അതുപോലെ തന്നെ മരുമോളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. അപ്പോഴേക്കും ദേവയാനി പറയാണ്, ജലജേ, നിൻ്റെ മരുമോളാണ് അവിടെ ഉള്ളത്, അവളെ കാണാൻ വേണ്ടിയാണ് ഞാൻ അങ്ങോട്ട് പോയത്. നിനക്കൊന്നും തോന്നിയില്ലല്ലോ അവളെ പോയി കാണാൻ? നിൻ്റെ മോൻ്റെ കുഞ്ഞല്ലേ അവളുടെ വയറ്റിൽ കിടക്കുന്നത്, എന്നിട്ട് നീ കാണാൻ പോയോ ജലജയെ എന്ന് ചോദിക്കുമ്പോൾ ജലജ പറയാണ്, അതിന് ഈ ജലജ ഒന്നും കൂടി ജനിക്കണം. ഏടത്തെ പോലെ ഇങ്ങനെ ഇവളുമാരെയൊക്കെ പുറകെ നാണം കെട്ട് നടക്കാൻ എന്നെ കിട്ടില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പം ജാനകി പറയാ, ഏടത്തേക്ക് അനാമിക മോള് പോകുമ്പോൾ ഒരു വിലയില്ല, അവൾ പോയിട്ട് തിരിച്ചു വരട്ടെ എന്നല്ലേ ഏടത്തി പറയാറ്, എന്നിട്ട് ഇപ്പം എന്തിനാ പോയത് എന്ന് ചോദിക്കുമ്പം ദേവയാനി പറയാ, അനാമിക ഇവിടുന്ന് പോകുമ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ജാനകി? അവൾ പോയിട്ട് എപ്പോഴെങ്കിലും തിരിച്ചു വരട്ടെ എന്ന്. അവൾ ഉടനെ തിരിച്ചു വരണമെന്നും അവളെ കൂട്ടിക്കൊണ്ട് വരാനുമാണ് ഞാൻ അനിയോട് പറഞ്ഞിട്ടുള്ളൂ. അനാമിക മോളെ വിളിച്ച് കാല് പിടിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മോളെ നീ തിരിച്ചു വന്ന്. നീ പോയിട്ടില്ലേ ജാനകി അവളുടെ അടുത്ത്? അവിടെ പോയി അനാമികയെ കൂട്ടിക്കൊണ്ട് നീ വന്നിട്ടില്ലേ എത്ര പ്രാവശ്യം? എന്നിട്ടിപ്പോൾ ഞാൻ പോയി എൻ്റെ മരുമകളെ കൂട്ടിക്കൊണ്ട് വന്നതിന് നിനക്കെന്താ ഇത്ര വിഷമം? നിനക്കെന്താ ഇത്ര ഇഷ്ടപ്പെടായിക എന്ന് ചോദിക്കുമ്പം ആകെ മൊത്തം എല്ലാവർക്കും ദേഷ്യം വന്നിങ്ങനെ നിൽക്കുക. ഈ നാശം പിടിച്ചതിനെയൊക്കെ വീണ്ടും വലിച്ചു കയറ്റിക്കൊണ്ട് വന്നിരിക്കുന്നു. മനസ്സമാധാനത്തോടെ കുറച്ച് ദിവസങ്ങൾ ഞാൻ ജീവിച്ചതാ, ഇനിയിപ്പോൾ അതുമില്ല. അവളെയും കൂടി ഇങ്ങോട്ട് വല്യമ്മയ്ക്ക് കൂട്ടിക്കൊണ്ട് വരായിരുന്നു, ആ നന്ദൂനെ. എന്നെങ്കിൽ പിന്നെ എൻ്റെ ജീവിതം ഒരവസ്ഥയിലേക്ക് ആയേനെ. ഇതിപ്പോൾ എന്തൊരു കഷ്ടവാ. പട പേടിച്ച് പന്തളത്തി എന്നപ്പോൾ പന്തവും കൊളുത്തി പടാന്ന് പറഞ്ഞതുപോലെ രണ്ടുപേരും പോയല്ലോ എന്ന് വെച്ച മനസ്സമാധാനത്തോടെ ഇരിക്കുകയായിരുന്നു. അപ്പം വീണ്ടും വലിച്ചു കയറ്റി കൊണ്ടുവന്നിരിക്കുക എന്നിങ്ങനെ അനാമിക പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ശരിക്കും ദേഷ്യം വരികയാണ് കേട്ടോ ദേവയാനിക്ക്. ദേവയാനി പറയാണ്, അനാമികെ, എന്താ നീ പറഞ്ഞത്? അതേടി, ഞാൻ എൻ്റെ മരുമോളെ വിളിച്ചുകൊണ്ട് വന്നു, അതിന് നിനക്കൊക്കെ എന്താ വിഷമം? നിങ്ങൾക്കൊക്കെ വിഷമമുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ മരുമോൾ എന്നും ഇനി അനന്തപുരിയിൽ കാണും. നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞാൻ എൻ്റെ മരുമകളെ മനസ്സിലാക്കി. ഇനി അവളോട് യാതൊരു വിധത്തിലുള്ള ദേഷ്യത്തിനും ഞാനില്ല. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ അവൾ. ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നുണ്ട് എൻ്റെ മരുമകളെ. അതിനെ എതിർക്കാനുള്ളവരാരും ഇവിടെ കഴിയണമെന്ന് എനിക്കൊരു നിർബന്ധവുമില്ല. ഇനി അനാമികയ്ക്ക് നയനമോളുള്ളിടത്ത് ജീവിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അനാമികയുടെ വീട്ടിലേക്കോ മറ്റെവിടേക്കോ പോകാം. അല്ലാതെ ഇവിടെ യാതൊരു വഴക്കിനും എൻ്റെ മരുമോൾ വരില്ല. അവൾ ഈ വീടിൻ്റെ ഐശ്വര്യമാണ്, ഈ വീടിൻ്റെ വിളക്കാണ്. പിന്നെ അവളുടെ കൂടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വേറെ എവിടാന്ന് വെച്ചാൽ പോകാം എന്ന് പറയാണ്. അപ്പോൾ ജലജ പറയാ, ഏടത്തി തന്നെയാണോ ഈ പറയുന്നത്? ഇങ്ങനെയൊക്കെ ഏടത്തി പറയുമെന്ന് അറിയില്ലായിരുന്നു, നേരത്തെയൊക്കെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പം ദേവയാനി പറയാണ്, അതെ ജലജെ, നേരത്തെ ഞാൻ അങ്ങനെയല്ലായിരുന്നു. എൻ്റെ കണ്ണിൽ തിമിരം ബാധിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് ഇവളെ മനസ്സിലാക്കാൻ പറ്റിയില്ല. നീയൊക്കെ പറഞ്ഞ് എൻ്റെ മനസ്സിൽ കയറ്റി തന്ന ആ വിഷമുണ്ടല്ലോ, അതായിരുന്നു എൻ്റെ മനസ്സ് മുഴുവൻ. എൻ്റെ കണ്ണിന് അതിനെ കൊണ്ട് അന്ധത ബാധിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതൊക്കെ തെളിഞ്ഞു. എനിക്ക് നയനമോൾ ആരാണെന്ന് മനസ്സിലായി, അവളുടെ മനസ്സെന്താണെന്ന് മനസ്സിലായി. ഇനിയിപ്പം എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് അവൾ ഇവിടെ ഈ വീട്ടിൽ കാണും. അതിനെ എതിർക്കാമെന്ന് ആരും വിചാരിക്കണ്ട കേട്ടോ. വാ മോളെ അകത്തേക്ക് എന്ന് പറഞ്ഞ് നയനെ വിളിച്ച് അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവാണ് കേട്ടോ. നല്ല ദേഷ്യത്തിന് 3 പേരും അവിടെ അങ്ങ് നിൽക്കുന്നുണ്ട്. അപ്പം നയനയും കൊണ്ട് വരുന്ന കാണുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കും സന്തോഷമായിട്ട് ഇറങ്ങി വരുക. എന്നിട്ട് ചോദിക്കുകയാണ്, ആഹാ ദേവയാനി, നീ പോയി നയനമോളെ കൂട്ടിക്കൊണ്ടു വന്നോ? ഇതെന്താ ഇങ്ങനെ ഒരു അത്ഭുതം നടക്കാൻ?
അപ്പം ദേവയാനി പറയണം, അതച്ഛാ, നയന മോള് ഈ വീട്ടിൽ വേണമെന്ന് എനിക്ക് തോന്നി. അച്ഛനും അമ്മയും ആദർശും അതുപോലെ ജയേട്ടനും മറ്റുള്ളവരും എല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. ഇവർ 3 പേരൊഴിച്ച് എല്ലാവരും നയനമോളുടെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്നുണ്ട്. അവൾ വേണം ഈ വീട്ടിലെന്ന് ഞാനും മനസ്സിലാക്കി. അവളില്ലാതെ ഈ വീട് ഉറങ്ങിയതുപോലെയാണെന്ന് അച്ഛൻ പറഞ്ഞില്ലേ, അത് സത്യം തന്നെയാണ്. ഈ വീട്ടിലെ വിളക്കാണ് അവൾ. അവൾ പോയപ്പം ഇവിടുത്തെ വിളക്കണഞ്ഞ് ഇരുട്ടായതുപോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ പോയത്. ഇനി എനിക്ക് എന്ന് പ്രിയപ്പെട്ടവളായിരിക്കും എൻ്റെ മരുമോള്. അച്ഛനും അമ്മയൊക്കെ ആഗ്രഹിച്ചതുപോലെ ഞാൻ സന്തോഷത്തോടെ എൻ്റെ മരുമകളെ നോക്കും. ഒരുപാട് തെറ്റിദ്ധരിക്കുകയും ഒരുപാട് വിഷമിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ മോളെ. പക്ഷേ ഇനി എന്നും ഞാൻ ഇവളെ ഇങ്ങനെ ചേർത്ത് നിർത്തും എന്ന് പറഞ്ഞ് നയനയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ മുത്തശ്ശിയും പറയാണ്, ഇപ്പം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. ഇനി ആദർശ മോൻ്റെയും നയന മോളുടെയും ഒരു കുഞ്ഞിനെ കൂടെ കണ്ടാൽ മതി. അബിയുടെ ഒരു കുഞ്ഞ് ആ നവിയുടെ വയറ്റിലുണ്ട്. അത് ഉടനെ തന്നെ ഇങ്ങോട്ട് വരും. ഞങ്ങൾക്കിനി പിന്നെ ഇതിപ്പരം സന്തോഷം എന്തെങ്കിലും വേണ്ടോ? പിന്നെ ആ നാനിയുടെയും അനാമികയുടെയും ജീവിതം ഇങ്ങനെ ആയി പോയതിൽ നല്ല വിഷമമുണ്ട്. അതും ഒന്ന് ശരിയായിരുന്നെങ്കിൽ എല്ലാം കൊണ്ട് സന്തോഷിച്ച് ഈ ലോകവാസം വിടുമ്പോഴേക്കും സമാധാനമായിട്ട് അങ്ങ് പോകാമായിരുന്നു എന്ന് മുത്തശ്ശൻ പറയാം. അപ്പോൾ ദേവയാനി പറയാണ്, അച്ഛനിനി അങ്ങനൊന്നും പറയരുത്. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇനി ഈ അനന്തപുരിയിൽ അങ്ങ് ജീവിക്കാമെന്ന് വിചാരിക്കുക. നയനമോളെ വാ അകത്തേക്ക്, എന്തെങ്കിലുമൊക്കെ ഭക്ഷണം നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് ദേവയാനി പോവാണ് കേട്ടോ നയനെ. അതേസമയം ജലജയും ജാനകിയും അനാമികയും അവിടെ നിന്നിട്ട് അങ്ങ് ദേഷ്യം കൊണ്ട്, ഏതായാലും ഇനി നയനയും ദേവയാനിയും ഒന്നാണല്ലോ, അതിന് ഇനി എന്തൊക്കെ പണി കൊടുക്കാമെന്ന് വിചാരിച്ചങ്ങ് നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പം അബിയുടെ കുഞ്ഞൊക്കെ വരുന്ന എപ്പിസോഡ് അടുത്ത് തന്നെയുണ്ട്. അത് അടുത്ത ദിവസം തന്നെ ആ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്